ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നോട്ട്സൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുന്നത്തെ ക്ലാസ്സൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. മക്കളെ, നമ്മളൊരു കഥയാണ് വായിക്കാൻ പോകുന്നത്. കഥ വായിക്കുന്നതിന് മുമ്പേ നമുക്ക് ആ പാരഗ്രാഫിലേക്ക് കൂടി ഒന്ന് ഓടിച്ച് പോയിട്ട് കഥയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദിസ് ഈസ് എ സ്റ്റോറി റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ, ദ ഗ്രേറ്റ് ഫിലോസഫർ ഹു ലിവ്ഡ് ഇൻ ഇന്ത്യ 6th century BCE. അപ്പോൾ നമ്മൾ ഈ വായിക്കാൻ പോകുന്ന കഥ എന്താണ്? 6ാം നൂറ്റാണ്ടിൽ BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ ഗൗതമ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യ നാമം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സിദ്ധാർത്ഥനാണ്. ഓക്കെ, എന്നാണ് അവിടെ പറയുന്നത്. ഇറ്റ് നറേറ്റ്സ് ആൻ ഇവൻറ്റ് വിച്ച് ബിക്കെയിം ദ ടേണിംഗ് പോയിൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് സിദ്ധാർത്ഥ, ഹു വാസ് നോട്ട് ഹാപ്പി ഡിസ്പൈറ്റ് ലീഡിങ് എ റിച്ച് ആൻഡ് ലക്ഷൂറിയസ് ലൈഫ് ആസ് എ പ്രിൻസ്. ഈ സിദ്ധാർത്ഥൻ ആരായിരുന്നു? രാജകുമാരനായിരുന്നു. എല്ലാ സുഖത്തിലും സമ്പന്നതയിലും ജീവിച്ചിട്ടും സന്തോഷം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്നുള്ളൊരു തോട്ടും എങ്ങനെയാണ് നമ്മുടെ ഈ സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനായി എന്നും കൂടിയാണ് ഈ കഥയിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ തൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് അവസാനം ഇദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ്. അതുകൂടി ആ പാരാഗ്രാഫ് പറയുന്നുണ്ട്. സീക്കിംഗ് ദ കോസ് ഓഫ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ഹിം, സിദ്ധാർത്ഥ ടുക്ക് എസ്തെറ്റിസം ആൻഡ് അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ ജ്ഞാനോദയം ഉണ്ടാവുകയും ആ ജ്ഞാനോദയം നേടിയിട്ട് പിൽക്കാലത്ത് ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ രാജകുമാരൻ ആരാവുന്നു? ഗൗതമ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ കഥയിലേക്ക് വായിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കഥ വായിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹം പിന്നീടാണ് സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പേ സിദ്ധാർത്ഥനാണ്. അപ്പം കഥ വായിക്കുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ആസ് സിദ്ധാർത്ഥ വാസ് ട്രാവലിംഗ് ഇൻ ഹിസ് ചാരിയറ്റ് അലോങ് ദ റോയൽ സ്ട്രീറ്റ് ഹി സോ ആൻ ഓൾഡ് മാൻ ഹു വാസ് കംപ്ലീറ്റ്ലി ഡിക്രിപ്റ്റ്. അതായത് സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഓക്കെ, ആ സഞ്ചരിക്കുമ്പോൾ ഫസ്റ്റ് ഹി സോ ആൻ ഓൾഡ് മാൻ ഹു വാസ് കംപ്ലീറ്റ്ലി ഡെക്രിപ്പിറ്റ്. അതായത് തീർത്തും അവശനായ, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം മൂലം അവശനായ ഒരു വൃദ്ധനെയാണ് ആദ്യം കാണുന്നത്. ഓക്കെ, ആഫ്റ്റർ എ വൈൽ ഹി സോ അനദർ മാൻ ഹു വാസ് സഫറിങ് ഫ്രം സീരിയസ് ഇൽനെസ് ആൻഡ് വാസ് ട്രംബ്ലിങ്. അതിനുശേഷം ഇദ്ദേഹം കാണുന്നത് ഗുരുതരമായിട്ട് രോഗം ബാധിച്ചിട്ട് വിറയ്ക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചയാണ്. രണ്ട് കാര്യങ്ങൾ കണ്ടു. ഇനി മൂന്നാമത് നോക്കി. ആഫ്റ്റർ ദാറ്റ് ഹി സോ എ കോപ്സ് wrapped in white cloth being carried on the shoulders of wailing people in the cremation ground. അത് കഴിഞ്ഞപ്പോൾ വെള്ളത്തുണിയിൽ പതിപ്പിച്ച ഒരു ശവശരീരം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാർ വിലപിച്ചുകൊണ്ടാണ് ഇതിൽ ആ ബോഡിയും കൊണ്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് പിന്നീട് ബുദ്ധൻ കാണുന്നത്, സിദ്ധാർത്ഥ കാണുന്നത്. ഓക്കെ, ആഫ്റ്റർ ദിസ് പെയിൻഫുൾ സീൻസ് ഹി സോ എ മോങ്ക് ബെഗിങ് ഓൺ ദി സ്ട്രീറ്റ്. ഈ മൂന്ന് കാഴ്ചകളും വേദനാജനകമായ ദുഃഖം വരുന്നൊരു കാഴ്ചയാണ്. അതിനുശേഷം ഇദ്ദേഹം എന്ത് കാണുന്നു നോക്കിയേ? ഒരു സന്യാസിയെ കാണുകയാണ്. അതായത് തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ഒരു സന്യാസിയാണ് കാണുന്നത്. ഓക്കെ, ആഫ്റ്റർ ദീസ് പെയിൻഫുൾ സീൻസ് ഹി സോ എ മോങ്ക് ബെഗിങ് ഓൺ ദ സ്ട്രീറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. സിദ്ധാർത്ഥ വാസ് ചാംഡ് ബൈ ദി സെയിൻറ്റ് ഹു ലുക്ക്ഡ് കാം ആൻഡ് ഹാപ്പി വിത്തൗട്ട് എനി മെറ്റീരിയൽ സോറോസ്. അപ്പോൾ ഈ ഭിക്ഷ എടുക്കുന്ന സന്യാസിയെ കണ്ടപ്പോൾ മെറ്റീരിയൽ സോറോസ്, അതായത് ഭൗതികമായ ദുഃഖങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് ഈ സന്യാസിക്ക് ഒരു ദുഃഖങ്ങളുമില്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ടും സന്തോഷത്തോടെയും ഭിക്ഷയെടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സിദ്ധാർത്ഥനെ വല്ലാതെ അങ്ങ് ആകർഷിക്കുകയാണ്. ദിസ് ലെഡ് ഹിം ടു ഡിസൈഡ് ദാറ്റ് എസ്തെറ്റിസം വാസ് ദ വേ ടു അച്ചീവ് പീസ് ആൻഡ് ട്രയാങ്കുലിറ്റി. അപ്പം ഇതാണ് ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണ് എന്ന് സിദ്ധാർത്ഥനെ തിരിച്ചറിയുകയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് എന്തുണ്ടാവുന്നത്? സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതും അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിക്കുന്നതും ഒക്കെ ഗൗതമ ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്നതും. അപ്പോൾ സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനായതും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കും വരും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിരുന്ന് വേഗം തന്നെ പോവാം. നമ്മൾ ഓൾറെഡി ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞതുകൊണ്ട് അടുത്ത പാരഗ്രാഫ് നോക്കുക.
6th century BCE was a remarkable period in world history. This was the time when Vardhamana Mahavira and Gautama Buddha in India, Zarathustra in Iran, Confucius in China, and Heraclitus in Greece spread a new ideas. അതായത് ബി സി ഇ 6-ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു ബി സി ഇ 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനും, അതുപോലെ ഇറാനിൽ സരതുഷ്ട്ര, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലൈറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഓക്കെ, ഇൻ ദിസ് പീരിയഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഓൾസോ ഒക്കേർഡ് ഇൻ ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫീൽഡ്സ് അക്രോസ് ദ വേൾഡ്. അതായത് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത് നോക്കിയേ, ന്യൂ പൊളിറ്റിക്കൽ സിസ്റ്റം ഓൾസോ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പുതിയ രാഷ്ട്ര സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നു. അപ്പം വി വിൽ ഡിസ്കസ് ദോസ് ചേഞ്ചസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതും ഇതിനെക്കുറിച്ചാണ്, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്, ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, ഐഡിയോളജിക്കൽ റവല്യൂഷൻ ഇൻ ഗംഗ ബേസിൻ. ഐഡിയോളജിക്കൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശയ വിപ്ലവമാണ്. ആശയ വിപ്ലവം നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നമ്മളിപ്പം പഠിക്കുന്നത് ആശയ വിപ്ലവം. ആശയ വിപ്ലവം എന്ന് പറയുമ്പോൾ എവിടുത്തെ ആശയ വിപ്ലവമാണോ? ഗംഗാതടത്തിലെ ആശയ വിപ്ലവം. അപ്പോൾ നോക്കിയേ, ഐഡിയോളജിക്കൽ റവല്യൂഷൻ ഇൻ ദ ഗംഗ ബേസിൻ. During the 6th century BCE, it was mainly the region of the Ganga basin that new ideas emerged in India. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് എവിടെയായിരുന്നു? പ്രധാനമായും ഗംഗാ തടത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു BCE 6-ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണ്, റിമാർക്കബിൾ പീരീഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത്, ഇവിടെ പറയുന്നത് 6th century BCEയിലെ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ, ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായിട്ടും എവിടെയാണ്? ഗംഗാ നദീ തടത്തിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദ മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ദ ഗംഗാ ബേസിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഐഡിയാസ്. എന്താണ്? നവീന ആശയങ്ങളുടെ വളർച്ചയിൽ, ഈ പുതിയ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതികമായ സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് തന്നെ എഴുതി ഓർത്ത് വെക്കണം. എന്താണ്? നവീനമായ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നതിന് മുമ്പേ എന്താണ് ഈ മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് നമുക്കറിയണ്ടേ. അപ്പം ഈ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽ കണ്ടീഷൻസ്. എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ പോയിൻ്റ് എന്താണ്? വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്. എന്താണ്? ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം. 2, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷികോൽപാദന വർധനവ്. 3rd വൺ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. എന്താണ്? കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ഓക്കെ, ഇതാണ് ആ 3 പോയിൻറ്റ്സ്. ഒന്നുകൂടി പറഞ്ഞേ. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം. 2, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. 3, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച, അതായത് ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കി. ബൈ ദ 6th century BCE, എ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ ഹാഡ് എമേർജ്ഡ് ഇൻ ദ ഗംഗാ ബേസിൻ. അതായത് BCE 6-ാം നൂറ്റാണ്ടോടുകൂടി കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ എവിടെ വരികയാണ്? ഗംഗാതടത്തിൽ ഉയർന്നു വന്നു. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? കൃഷിയും കന്നുകാലികളെ ആശ്രയിച്ചിട്ടുള്ളൊരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ്. Then this was not in harmony with the Vedic practice which gave importance to rituals and animal sacrifices. അതായത് നമ്മൾ വേദകാലത്തിൽ പഠിച്ചിട്ടുണ്ട്, യാഗവും ബലിയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് യാഗങ്ങൾക്കും അതുപോലെ തന്നെ മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാലവുമായിട്ട് പൊരുത്തപ്പെടുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് വാസ് നോട്ട് ഇൻ ഹാർമണി വിത്ത് ദ വേദിക് പ്രാക്ടീസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൻഡ് ആനിമൽ സാക്രിഫൈസസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നോക്കാം നമുക്ക്. അഗ്രികൾച്ചർ ഡിപ്പെൻഡിങ് ഓൺ കാറ്റിൽ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ വൈഡ്ലി പ്രിവൈൽഡ് പ്രാക്ടീസ് ഓഫ് ആനിമൽ സാക്രിഫൈസ് ആസ് എ പാർട്ട് ഓഫ് റിച്വൽസ്. അപ്പോൾ കന്നുകാലികളെയൊക്കെ വ്യാപകമായിട്ട് ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു? അപ്പോൾ ഈ കന്നുകാലികളെ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ബലി കൊടുക്കേണ്ട സാഹചര്യം വരിക. ഈ ബലി കൊടുക്കുന്ന സമയത്ത് ഇതിനെ ആശ്രയിച്ച് കന്നുകാലികളെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൃഷി എന്തായാലും പ്രതികൂലമായിട്ട് ഇത് കൃഷിനെ ബാധിക്കുന്നത് കൊണ്ടും ഇവർ ഏത് തരത്തിലായിരുന്നില്ല, ദിസ് ഫോഴ്സ്ഡ് പീപ്പിൾ ടു തിങ്ക് അഗെയിൻസ്റ്റ് ദ വേദിക് റിച്വൽസ്.
വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അവർ വേദകാലമായിട്ട് വേദകാലത്തിലെ ഈ യാഗത്തോടും ബലി കൊടുക്കുന്നതിനോടൊന്നും പൊരുത്തപ്പെടുന്ന രീതിയിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. The Vaishyas, who had acquired better material progress through advancement in trade, desired a suitable higher status in the society. അതായത് നമ്മൾ വൈശ്യരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ, അതായത് വൈശ്യാസ് എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈശ്യരെ കുറിച്ച് വർണ്ണ സിസ്റ്റം പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വൈശ്യർ എന്താ ചെയ്ത് ഇപ്പോൾ നോക്കിയത്, വൈശ്യാസ് ഹു ഹാഡ് അക്യൂർഡ് ബെറ്റർ മെറ്റീരിയൽ പ്രോഗ്രസ് ത്രൂ അഡ്വാൻസ്മെൻറ്റ് ഇൻ ട്രേഡ്. അപ്പോൾ വ്യാപാര പുരോഗതിയിലൂടെ, ട്രേഡിലൂടെ ഇവർ മെച്ചപ്പെട്ടൊരു ഭൗതിക സാഹചര്യം, മെറ്റീരിയൽ പ്രോഗ്രസ് ലൈഫിലൊക്കെ നല്ല സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കുകയും, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിണങ്ങുന്ന തരത്തിലുള്ളൊരു ഉയർന്ന സാമൂഹ്യ സ്ഥാനം ആരാഗ്രഹിച്ചിരുന്നു, വൈശ്യർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദ ഡിസൈഡ് എ suitable higher status in the society. Then during this period some classes emerged outside the existing Varna system. The important group among these was the rich Gahapathis. They were engaged in trade and owned land. അപ്പോൾ ഇക്കാലത്ത് വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും, വർണ്ണ സിസ്റ്റത്തിന് പുറത്തും എന്തു വരുവാണ്, ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. ഇവയിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേര്, ഒരു വിഭാഗത്തിൻ്റെ പേര് പറയാണ്. ആരാണ്? റിച്ച് ഗഹപതീസ് എന്നാണ് പറഞ്ഞത്. ധനാഢ്യരായ ഗഹപതികൾ. അവരെങ്ങനെയാണ്? കച്ചവടം തൊഴിലാണ് അവരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് കച്ചവടമാണ്. അപ്പം ഇവർ കുറേ ഭൂമിയൊക്കെ കൈവശം വെച്ചിരുന്നു എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ദ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് എമംഗ് ദീസ് വാസ് ദ റിച്ച് ഗഹപതീസ്. ദേ വർ എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഓൺഡ് ലാൻഡ്. നെക്സ്റ്റ് നോക്കി എന്താ പറയുന്നത്, ഇൻ ദിസ് വേ ദേ വർ ഇൻ ഫിനാൻഷ്യലി ഹയർ പൊസിഷൻ ആൻഡ് ദിസ് ഗെയിൻഡ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഭൂമിയൊക്കെ കൈവശമുണ്ട്, കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന അവർ മെച്ചപ്പെട്ട സാമൂഹ്യ സ്ഥാനം കൂടി നേടി. ഓക്കെ. ഗെയിൻഡ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ഇറ്റ് വാസ് അണ്ടർ ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് എ ന്യൂ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ് വാസ് ഫോമുലേറ്റഡ്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയേ, ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയങ്ങൾ ഉയർന്നു വരുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ പുതിയ ആശയങ്ങൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആശയങ്ങൾ എന്നാണ് നമ്മളിനി പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആശയങ്ങൾ? എമംഗ് ദീസ് ജൈൻ ആൻഡ് ദ ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് വർ ദ ഇമ്പോർട്ടൻറ്റ് വൺസ്. ദീസ് ന്യൂ ഐഡിയാസ് ഗോട്ട് ദ സപ്പോർട്ട് ഓഫ് വൈശ്യാസ് ആൻഡ് ഗഹപതീസ്. അപ്പം ഇവയിൽ പ്രധാനപ്പെട്ട ആശയധാരകളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ജൈന ബുദ്ധമത ദർശനങ്ങൾ. ഓക്കെ. ഇതാണ് ജൈന ബുദ്ധമത ദർശനങ്ങളാണ്. അപ്പോൾ അവിടെ വൈശ്യരും ഈ ഗഹപതി തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇതാണ് നമ്മൾ ഗംഗാധരത്തിലെ ആശയ വിപ്ലവം അഥവാ ഐഡിയോളജിക്കൽ റെവല്യൂഷൻ്റെ ഗംഗാ ബേസിൻ പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. ഓക്കെ. ജൈനമതം. ഓക്കെ. വദമന മഹാവീര വാസ് ബോൺ ഇൻ Kundagrama near Vaishali in Bihar. According to Jainism, Vardhamana Mahavira is the 24th Tirthankara. അതായത് വർദ്ധമാന മഹാവീരൻ ജനിച്ചത് കുണ്ടഗ്രാമ, എവിടെയാണ്? വൈശാലിയിലാണ്. വൈശാലിക്ക് സമീപമുള്ള ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത് എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ ദെൻ അക്കോർഡിംഗ് ടു ജൈനിസം വർദ്ധമാന മഹാവീര ഇസ് ദ 24th തീർത്ഥാങ്കര. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥാങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ. ഓക്കെ. അപ്പോൾ ആരാണ് തീർത്ഥാങ്കരൻ എന്നാണ് നമ്മൾ തൊട്ട് താഴെ നമ്മൾ പറയുന്നത്. നോക്കിയേ, തീർത്ഥാങ്കര മീൻസ് വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ എസ്തെറ്റിസം. അതായത് തീർത്ഥാങ്കര എന്ന് പറയുന്നത് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് പറയുക. ഓക്കെ. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയ ആളാണ് തീർത്ഥാങ്കരന്മാർ. ഓക്കെ. ദർ ആർ 24 തീർത്ഥാങ്കരാസ് ഇൻ ജൈനിസം. അപ്പോൾ എത്ര തീർത്ഥാങ്കരന്മാരുണ്ട്? ദർ ആർ 24 തീർത്ഥാങ്കരാസ്. അപ്പോൾ ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥാങ്കരന്മാരുണ്ട്. ഓക്കെ. ഋഷഭദേവ വാസ് ഫസ്റ്റ് തീർത്ഥാങ്കര. ആരായിരുന്നു? ഋഷഭദേവനാണ് ഒന്നാമത്തെ തീർത്ഥാങ്കരൻ. ദ 23rd തീർത്ഥാങ്കര വാസ് പാർശ്വനാഥ. അതായത് 23ാമത്തെ തീർത്ഥാങ്കരൻ എന്ന് പറയുന്നത് പാർശ്വനാഥനാണ്. വർദ്ധമാന മഹാവീര വാസ് ദ 24th ആൻഡ് ദ ലാസ്റ്റ് ആണ് അല്ലേ. അവസാനത്തെയും 24ാമത്തെയും അവസാനത്തെയും തീർത്ഥാങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീര. Okay, then Mahavira propagated the ideas of Jainism by adding his principle to those of Parshvanatha. അപ്പോൾ ഇവിടെ പറയുന്നത് പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ആര്? ഈ വർദ്ധമാന മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എങ്ങനെയായിരുന്നു? അതായത് നമ്മൾ 23rd തീർത്ഥാങ്കരനായ പാർശ്വനാഥൻ്റെ ആശയങ്ങളുടെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കൂടി കൂട്ടിച്ചേർത്ത്, തത്വങ്ങളും കൂട്ടിച്ചേർത്താണ് അദ്ദേഹം, ഈ വർദ്ധമാന മഹാവീരൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത്.
ഇതാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം നമ്മളെന്ത് പറഞ്ഞു, വർദ്ധമാന മഹാവീരനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ജനിച്ചു എന്ന് പറഞ്ഞു, 24ാമത്തെ തീർത്ഥാങ്കരനാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഫസ്റ്റ് തീർത്ഥാങ്കരൻ ആരാണ്, ഋഷഭദേവയാണ്. 23rd പാർശ്വനാഥയാണ്. ആൻഡ് 24th ആൻഡ് ലാസ്റ്റ് ആണ് മഹാവീര, അല്ലെങ്കിൽ വർദ്ധമാന മഹാവീര. ഓക്കെ, ക്ലിയർ? ഇനി വർദ്ധമാന മഹാവീര എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബോൺ ഇൻ വൈശാലി, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, വൈശാലിയിൽ ജനനം. ഹി കെയിം ടു ബി നോൺ ആസ് മഹാവീര ആൻഡ് ജിന, അദ്ദേഹം മഹാവീരൻ എന്നും ജിന എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ, അതായത് പാറ്റ്നയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്, പാവ. അപ്പം പാറ്റ്നയ്ക്ക് സമീപം പാവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു. നിർവ്വാണം പ്രാപിക്കും മീൻസ് ഈ ജൈനിസത്തിൽ നിർവ്വാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോക്ഷം പ്രാപിക്കുക എന്നൊക്കെ പറയില്ലേ, യെസ്, അതിനെയാണ് നമ്മൾ പറയുക പിന്നെ പൂർണ്ണമായിട്ടും അത് ദൈവികമാവുന്ന രീതിയിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇതൊക്കെ അങ്ങ് ത്യജിച്ചിട്ടുള്ള ആ ഒരു ഇത് മോക്ഷം പ്രാപിക്കുക എന്ന് പറയും. ഓക്കെ, അതിനാണ് നിർവ്വാണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 പോയിൻറ്റ്സ്. ബോൺ ഇൻ വൈശാലി, ഹി കെയിം ടു ബി നോൺ ആസ് മഹാവീര ആൻഡ് ജിന, അറ്റൈൻ നിർവ്വാണ അറ്റ് പാവ. ഓക്കെ, ഒന്ന് നോക്കി മക്കളെ, ഇനി നമ്മൾ പറയുന്നത് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം ആണ്, ജൈനമത ആശയങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ കറക്റ്റ് പഠിച്ചു നോക്കുക, കുഞ്ഞു പോയിൻറ്റ്സ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, നോക്കിയേ, ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്, ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്, ജീവനുണ്ട്. 2, ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ്, ജീവനുള്ള ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് 2ാമത്തെ പോയിന്റ്. ഓക്കെ, ദെൻ 3rd പോയിന്റ്, ബേർത്ത് റീബേർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ, നമ്മളിപ്പോൾ നമ്മളോട് ചില സമയം പറയില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവം ചെയ്തിട്ടാമോ ഇങ്ങനെ എന്നൊക്കെ പറയാറില്ല നമ്മൾ ചില സമയത്ത്, ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിനനുസരിച്ചായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന പുനർജന്മവും. നമ്മളെ ഇപ്പോൾ ഉള്ള നമ്മുടെ ജന്മമൊക്കെ മുൻ ജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, ഇനിയുള്ളത് പുനർജന്മം എന്ന് പറയുന്നത് ഈ ജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ബേർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഓക്കെ, denying authenticity of Vedas, Mahavira proposed 3 principles for attaining moksha, salvation. അതായത് വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറയാണ് മഹാവീരൻ. അതിനുശേഷം അദ്ദേഹം 3 തത്വങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഓക്കെ, 3 തത്വങ്ങൾ ഏതൊക്കെയായിരുന്നു, എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള 3 തത്വങ്ങളാണ്. ഈ 3 തത്വങ്ങൾ നോക്കുക. ദേവർ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ, അതായത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 തത്വങ്ങൾ. അപ്പോൾ ഇത് 3 തത്വങ്ങളും ഒരുമിച്ച് അറിയപ്പെടുന്നത് ത്രിരത്നാസ് എന്നാണ്. ദർ നോൺ ആസ് ത്രിരത്നാസ്. അപ്പോൾ എന്താണ് ത്രിരത്ന എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ഡിനൈയിങ് ഒതൻറ്റിസിറ്റി ഓഫ് വേദാസ്, മഹാവീര പ്രപ്പോസ് 3 പ്രിൻസിപ്പിൾ ഓഫ് ഫോർ അറ്റൈനിങ് മോക്ഷ, ദേവർ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ദേ ആർ നോൺ ആസ് ത്രിരത്നാസ്. ഓക്കെ, ഇതാണ് ത്രിരത്നങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ മഹാവീര ഷെയർഡ് ഹിസ് ഐഡിയാസ് വിത്ത് ദ പീപ്പിൾ ഇൻ പ്രാകൃത് ലാംഗ്വേജ്. അതായത് മഹാവീര ഏത് പ്രാകൃത ഭാഷകളിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഏതാ ഭാഷ, പ്രാകൃത്. ഓക്കെ, ആ പ്രാകൃത് എന്നുള്ള പോയിന്റ് പേര് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ അക്കോർഡിംഗ് ടു ജൈനിസം, മോങ്സ് ആൻഡ് നൺസ് വർ സപ്പോസ് ടു ഒബ്സർവ് 5 vows. അതായത് ജൈനമതപ്രകാരം മോങ്സ് സന്യാസിമാരും നൺസ് സന്യാസികളും എന്ത് ചെയ്യണം, വർ സപ്പോസ് ടു ഒബ്സർവ് 5 vows. അതായത് ഇവർ 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു 5 വ്രതങ്ങൾ നോക്കിയേ. ഡോണ്ട് കിൽ എനിത്തിങ്, ഒന്നിനെയും കൊല്ലരുത്. 2, ഡോണ്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്. 3, ഡോണ്ട് ലൈ, കള്ളം പറയരുത്. 4, ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, എന്തുണ്ടാകാൻ പാടില്ല, സ്വത്തൊന്നും കൈവശം വെക്കാൻ പാടില്ല, കൈവശം വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് നെക്സ്റ്റ് എന്താണ്, സെലിബസി, പ്രാക്ടീസ് സെലിബസി. പ്രാക്ടീസ് സെലിബസി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ഓക്കെ, ലേറ്റർ 2 sects were formed in Jainism, ശ്വേതാംബരാസ് ആൻഡ് ദിഗംബരാസ്. അതായത് പിൽക്കാലത്ത് 2 വിഭാഗങ്ങൾ രൂപപ്പെടുകയാണ് ജൈനമതത്തിൽ. ഏതൊക്കെയായിരുന്നു, ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും. ഇത് എന്താണെന്നുള്ളത് ആ പേരും ഒന്ന് ഓർത്ത് വെക്കണേ, ശ്വേതാംബരൻ ആൻഡ് ദിഗംബര. അപ്പോൾ ശ്വേതാംബരാസ് ആൻഡ് ദിഗംബരാസ് എന്നുള്ള പേര് മറന്നു പോകാതിരിക്കുക. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ് എംഫസൈസ്ഡ് ദ ജൈനിസം ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ ഫിലോസഫി. ഓക്കെ, ജൈനമതം ഊന്നൽ നൽകിയ ഈ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ കൂടി സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ. അപ്പം ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം ഓർത്ത് വെക്കുക, 3 പോയിൻറ്റ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട്
പിന്നെ ഏതൊക്കെയായിരുന്നു ത്രിരത്നാസ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ദെൻ വോസ് 5 വ്രതങ്ങൾ നോക്കുക. പിന്നെ 2 വിഭാഗങ്ങൾ നോക്കുക. ഓക്കെ, നമ്മളൊരു കോളം കാണുന്നുണ്ട്, കേരള ആൻഡ് ജൈനിസം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം എന്താ അവിടെ പറഞ്ഞല്ലേ, ജൈനിസം വിച്ച് സ്പ്രെഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ കെയിം ടു കേരള ഓൾസോ. അതായത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. ഓക്കെ, വയനാട് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ജെയിൻ സെൻറ്റർ ഇൻ കേരള. അപ്പോൾ എന്താണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം ഏതായിരുന്നു? വയനാടായിരുന്നു. ദെൻ ദ റിമെയിൻസ് ഓഫ് ജെയിൻ ടെമ്പിൾസ് ആർ സ്റ്റിൽ സീൻ ഹിയർ. അതായത് ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വയനാട്ടിലെ ഒരു ജൈനമത ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മക്കളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി തൊട്ടടുത്ത ഭാഗങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. നോട്ട്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ പാഠം കാണാത്തവരുണ്ടെങ്കിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ എല്ലാ പാർട്ടും കണ്ട് നോട്ട്സ് കൂടി നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യാം. then അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.